വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് വയറുകരിഞ്ഞിരിക്കുന്ന നാശത്തിലേക്കാണ് നിന്റെ പോക്കെന്ന്. നമ്മളെല്ലാരും ഇപ്പൊ തന്നെ ഈ ഷോപ്പിൽ നിന്ന് ഇറക്കി വിടുന്നതാണ് വലിയൊരു സത്യം. അയ്യോ ഞാൻ ഇത് മറന്നു ചേച്ചിനെ പുഷ്കൂന്ന് വിളിക്കാൻ. എല്ലാവരും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജ്വല്ലറി എടുക്കാൻ വേണ്ടി പോകുവാണ് എൻഗേജ്മെന്റിന്. ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ആട്ടോ നോക്കുന്നത്. അപ്പോ നമ്മുടെ ലെഹങ്കയ്ക്ക് മാച്ച് ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറി കാര്യങ്ങളൊക്കെ നോക്കണം. ദേ കൂടെ അമ്മ ഉണ്ട്, ഗൗരി ഉണ്ട്, എന്റെ പൊന്നോളെ മുഖം മറച്ചു തുടങ്ങി. ചേച്ചി ഉണ്ട്. സ്മ ചേച്ചിയാണ് ഡ്രൈവർ. സമ്മതിച്ചില്ലെന്ന് വണ്ടി എടുക്കാൻ. ഞാൻ എന്റെ സ്വന്തം വണ്ടി എടുക്കുന്നു. പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടാ മച്ചാത്തി നോക്കി വെള്ള കളറോ ഇതൊക്കെ ഒന്ന് അഴുക്കാക്കട്ടെ ചേച്ചി. ഒരു ഉമ്മ ലിപ്സ്റ്റിക് വെച്ച്. അപ്പൊ ഒരാളെയും കൂടി ഇനി പിക്ക് ചെയ്യാനുണ്ട്, ഞാൻ കാണിച്ചു തരാട്ടോ. അപ്പൊ ദേ എങ്ങനെ അഭിയും കേറിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് 5 പേരും കൂടിയാണ് ജ്വല്ലറി നോക്കാൻ പോണം. ഈ എന്താണ് ഈ 5 പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എടുക്കാനുണ്ടോ ഓരോ സാധനങ്ങൾ കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും കൂടി പോവാണ്. സോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. തുടങ്ങാൻ ഇന്നത്തെ അംഗം എല്ലാരും കൂടി 5 പേരും കൂടിയുള്ള ജ്വല്ലറി ഹണ്ടാണെന്ന്. സോ ഗൈസ് ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഇതാണ് കേട്ടോ നമ്മുടെ ലെഹങ്കയുടെ ബ്ലൗസ് വരുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ ജ്വല്ലറി നോക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രീനിൻ്റെ ടിൻ്റുള്ള ഓർണമെൻറ്റ്സോ ആട്ടോ ഞാൻ നോക്കുന്നത്. ഓപ്ഷൻ നമ്പർ 1, ഓപ്ഷൻ നമ്പർ 2, ഓപ്ഷൻ നമ്പർ 3. കുറച്ചധികം ജ്വല്ലറി ട്രയൽ ചെയ്തതിന് ശേഷം ഒരു കണക്കിന് ഞാൻ ഇവരെ കൺവിൻസ് ചെയ്ത് ചെറിയ സാധനം ആക്കിയിട്ടോ. ഇവരെന്നെ മറ്റേ ഹീരാമണ്ടിയിലെ ലേഡീസിനെ പോലെ അത്രയും ഹെവി മുകൾ ജ്വല്ലറീസ് ഒക്കെ ഇടിപ്പിച്ച് നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഈ ഒരു ചെറിയ സാധനത്തിലേക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ വെച്ച് നോക്കിയപ്പോൾ അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കാരണം ഈ നെക്ക് പീസിൻ്റെ കൂടി ടിക്കയും ഇയറിങ്സും എല്ലാം ടീക്ക വളരെ പുല്ലും ടീക്കയും അതുപോലെ തന്നെ ഈ ഇയറിങ്സും ഒക്കെ വന്നപ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. മിക്കവാറും ഇതായിരിക്കും ഞങ്ങൾ ഫൈനലൈസ് ചെയ്യുന്ന ലുക്ക് അല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ്? പറയൂ. അതെ ഗൗരി, നിനക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്? എന്തായാലും ഇത്രയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ചേച്ചി ഇവരെ കുറിച്ച് ചോദിച്ചു. ഷീഷ് ഫുൾ അല്ലേ ചേച്ചി? ഞാൻ ഇപ്പോഴാട്ടോ ഇതിൻ്റെയൊക്കെ പേര് വെക്കുന്ന ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവം വേണ്ടോ, ഇതും കൂടി വേണമെന്ന് ചോദിച്ചു. നല്ലല്ലേ? ഇതും ഞങ്ങൾ നോക്കിയ ജ്വല്ലറി ആട്ടോ. പക്ഷെ ഇത് ഭയങ്കര ഹെവി ആയിരുന്നു. എനിക്ക് ഇട്ടിട്ടാണെങ്കിൽ ഭയങ്കര അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ക്ലാസി ആട്ടോ, ഭയങ്കര ഇട്ട് കഴിയാൻ നേരത്ത് ഭയങ്കര ക്ലാസ്സിയാണ്. ഇതിൻ്റെ ഇയറിങ്സും ആട്ടോ ഈ കാണുന്നത്. ഗ്രീൻ ടിൻറ്റ് തന്നെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ചേച്ചി ഇതെനിക്ക് ഊരാൻ തോന്നുന്നില്ല, എനിക്കൊരു ഒബ്സഷൻ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ വല്ലപ്പോഴും അല്ലേ ഇതുപോലെ ഹെവി ആയിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു വർഷങ്ങളായി തോന്നുന്നു ഇതുപോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട്. ഇത്രയും ഹെവി ജ്വല്ലറി മാങ്ടിക്ക് ഇതെല്ലാം ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. പക്ഷേ എനിക്ക് കൊള്ളാം. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറായിട്ടുള്ള സിൽവറും അല്ല, ഓവറായിട്ടുള്ള ഗോൾഡും അല്ല, ഒരു മ്യൂട്ടഡ് നല്ലതാണ്. ഇവളെന്നെ കളിയാക്കുവാട്ടോ, ചേച്ചി ടീക്കയാണെന്ന്. ചിക്കൻ ടിക്ക ടീക്ക. ഇനി ഞാൻ തെറ്റിക്കില്ല, ടീക്ക മാങ് ടീക്ക. നെക്സ്റ്റ് ഞങ്ങൾ ബാംഗിൾസ് ആട്ടോ നോക്കുന്നത്. ക്യാമറയിൽ കുറച്ചും കൂടി പോപ്പ് ചെയ്തിട്ടുള്ള സിൽവർ ആണെങ്കിലും കുറച്ചും കൂടി മ്യൂട്ടഡ് ആണ്, ഭംഗിയുണ്ട്. സൗണ്ട് കാണാൻ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അഭി നോക്കടാ, ബെസ്റ്റീനെ നോക്ക്, ബെസ്റ്റീനെ എന്താ മോനെ. ഞങ്ങളിതേ ബാംഗിൾസ് ട്രൈ ചെയ്യുവാട്ടോ. ഇവിടെയും ഏകദേശം ആ ഒരു ഞാൻ പറഞ്ഞില്ല മ്യൂട്ടഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഷെയ്ഡ് വന്നിട്ടുള്ള ബാംഗിൾസ്, സൈഡ് ബാംഗിൾസ് കൊടുത്തിട്ട് സെൻറ്ററിൽ പീച്ച് കൊടുത്തേക്കുവാണ്. പിന്നെ സെൻറ്ററിൽ വേറൊരു പീസ് വന്നു. ഡെമോ കാണിച്ചെന്ന് കേട്ടോ. ഒരു 10-20 മിനിറ്റായിട്ട് ഞാൻ ഇതുകൊണ്ട് ഈ ഷോറൂമിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ടോ. കംഫർട്ടബിൾ ആണ്, അത് തന്നെ എനിക്ക് സമാധാനം. ഭയങ്കര ഹെവി അല്ല, എന്നാൽ തന്നെ ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു ഹെവി ഫീൽ ഉണ്ട്. അപ്പോൾ ഇതാണ് ജ്വല്ലറി. ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ചെയിനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ പൊന്നി സെറ്റൊന്നും നോക്കിയാൽ എന്ത് രസമാണ്. അബി എൻ്റെ പൊന്നെന്ന് പറഞ്ഞേടാ, എൻ്റെ പൊന്നെ. എൻ്റെ ക്ലാസ് ഡയലോഗ് കേട്ടോ. നല്ല രസമുള്ള പീസ്. ഇത് നോക്കിക്കേ, അടിപൊളി.
ചേച്ചി ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ അതേ കളർ ചേഞ്ച്, പ്ലെയിൻ സ്റ്റോൺസ് കണ്ടോ, ക്ലാസ്. നാശത്തിലേക്കാണ് നിന്റെ പോക്കെന്ന്. അങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുകയാണ്. എൻ്റെ കട്ടിലും എൻ്റെ റൂമുമായിട്ട് എല്ലാവരും നോക്കി വെച്ചേക്കണം. കാരണം അതൊരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് ഇവരെല്ലാവരും പറയണം. അത് അമ്മ നോട്ട് ഇട്ടിട്ടുണ്ട്. അവൻ്റെ സൂപ്പർ മാർക്കറ്റിലോട്ട് നോക്കണ്ടെന്നല്ലേ? ഞാൻ ഓരോ പ്രാവശ്യം റൂമിൽ നിന്ന് പോകാൻ നേരത്തെ എൻ്റെ ബ്രാൻഡ് പ്രൊഡക്ട്സ് എല്ലാം പോയിട്ട് പെറുക്കലാണ് നിങ്ങളുടെയൊക്കെ പണി. പിന്നെ ഞാൻ നുണ പറഞ്ഞ് വെക്കും, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടിട്ട് എടുക്കാൻ പാടില്ല. സൺസ്ക്രീനാണ് എൻ്റെ മെയിൻ. ഇവളുടെ ആണെങ്കിലും ബ്ലൗസ് വന്നിട്ട് ഈ ഒരു കളറാണ്. എവിടെ ഇതാണ് അമ്മുവിൻ്റെ ബ്ലൗസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം ആ ഒരു ടിൻറ്റ് വരുന്ന ജ്വല്ലറി എടുത്തു, ഒരു സ്റ്റഡ് ഇയറിങ്ങും എടുത്തു കേട്ടോ. പക്ഷെ കൊള്ളാം, എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രസമുണ്ട്, ഒരു ആനച്ചന്തം ഉണ്ടെന്ന്. നമുക്ക് കൊണ്ടുപോകാനുള്ള ജ്വല്ലറി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം വന്ന് എടുക്കുകയുള്ളൂ. കണ്ടോ, ഇതാണ് എൻ്റെ ഫുൾ സെറ്റ് പ്ലസ് ബാംഗിൾസും ഉണ്ട്. ഇത് സ്മിത ചേച്ചി എടുത്താട്ടോ ചേച്ചിക്ക് വേണ്ടി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, സാരിയുടെ കൂടെ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. നമ്മളെല്ലാവരും ഇപ്പം തന്നെ ഈ ഷോപ്പിൽ നിന്ന് ഇറക്കി വിടുന്നതാണ് വലിയൊരു സത്യം. മനസ്സിലായോ? അതാണ് അലമ്പാട്ടോ, വന്ന അലമ്പ് എല്ലാവരും കൂടി ഇവിടെ നിന്നിട്ട്. എന്താ പിള്ളേരിങ്ങനെ ബൈ സ്മേജിയുടെ ചിരിയില്ലേ, ഓരോ പ്രാവശ്യം എക്കോയാണ് ഇവിടെ അല്ലേ? സൈലന്റ് ആക്കാണ്ട് ചിരിച്ചേ എക്കോ, ഭയങ്കര എക്കോ കേൾക്കണ്ട്. വര ഷട്ടക്കിട്ട് ഇറങ്ങി. എങ്ങനെയാണ് സാധനം? ഗൗരി നിന്റെ ബ്യൂട്ടി സ്പോട്ട് കാണിച്ചു കൊടുത്തേടി. കണ്ട ചാൻസ് മോനെ, അടിപൊളി. എവിടെ കാശ് വേണ്ടി? ഒരു ലോഡ് സാധനങ്ങളായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാട്ടോ. ജ്വല്ലറി നമ്മൾ പേയ്മെന്റ് ആയി കൊടുത്തു വെച്ചു, റെന്റലാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് കളക്ട് ചെയ്താൽ മതി എൻഗേജ്മെന്റിന്റെ തലേ ദിവസം. പിന്നെ ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറെ അടുത്ത ജ്വല്ലറിക്ക് കാണാൻ പോവാണ്. അവിടെ പോയിട്ട് നമുക്കിനി കുറച്ച് വളയും കാര്യങ്ങളൊക്കെ, ഫാൻസി വളയും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഞങ്ങളതേ ജാഥയായിട്ട് ഓരോന്നായിട്ട് ഇറങ്ങുന്ന കണ്ടോ. അപ്പോൾ നമ്മുടെ എന്താണ് റൈഡർ സ്മിത അവിടെ നല്ല അഡ്വഞ്ചറസ് ആയിട്ട് വണ്ടി. അയ്യോ, ഞാൻ ഇന്ന് മറന്നു ചേച്ചിനെ പുഷ്കു എന്ന് വിളിക്കാൻ. പുഷ്കു, ഞങ്ങളെ ചേച്ചിക്ക് പുഷ്കു എന്നാട്ടെ പേരിട്ട്. അങ്ങനെ എന്താണെന്നറിയോ, ഞങ്ങളുടെ നാട്ടിലെ പുഷ്പല ചേച്ചിയാന്ന് പറയുന്നത് മേക്കപ്പ് ഇടുന്ന, ഞങ്ങളുടെ നാട്ടിലെ മേക്കപ്പ് ഇടുന്ന സ്മിത ചേച്ചിയാണ്. അങ്ങനെയാണ്. അപ്പൊ പുഷ്കുന്റെ ഡോക്ടർ അവിടെ ഇരിപ്പുണ്ട്. അമ്മു ചേച്ചി നടുക്കിരുന്ന് തള്ളുന്നുണ്ട് നന്നായിട്ട്. പിന്നെ അതേ അബി ഫ്ലൂറസെന്റ് പച്ച കാണിച്ചേടാ നിന്നെ, കഞ്ചാവിന്റെ ഇലയൊക്കെ ആയിട്ടുണ്ട് തൊപ്പിയില്. അതെ, ഞങ്ങളുടെ നാട്ടിലെ കഞ്ചനാണെന്ന്. അപ്പൊ നമ്മളെല്ലാരും കൂടി അടുത്ത ഷോപ്പിലേക്ക് വളയും കാര്യങ്ങളും മേടിക്കാൻ പോവാം. ഷോപ്പ് നമ്പർ 2. അതെ, ഇനി നമുക്ക് വള എടുക്കണം. കുറച്ച് സെന്ററിൽ ഇടാനായിട്ടുള്ള കുറച്ച് പീച്ച് വളയും കാര്യങ്ങളും. ഇതെന്ത് ലഹങ്ക നല്ല ചേട്ടത്തിയായിരുന്നു. ഇവിടെയാണ് ഞാൻ കല്യാണത്തിന് മോതിരം കൊടുക്കാൻ ഏൽപ്പിച്ചേക്കണം. എന്താവും എനിക്ക്. എൻ്റെ ബ്ലൗസും കാറിൽ വെച്ചിട്ട് എൻ്റെ ഉത്തരവാദിത്തമുള്ള ചേട്ടത്തിയമ്മ വന്നേക്കണായിരുന്നു. ബാ എടുത്തതാ അമ്മു ചേച്ചി. ഷാരൂന് വള എടുത്തതായോ? എവിടെ മോനെ? അവിടെയാണോ? ഫോട്ടോയുടെ സാധനത്തിൻ്റെ കൊടുത്തി. ഗൗരി ബ്രൈഡ്സ് മെയ്ഡ് ഓൺ ഡ്യൂട്ടി. ഈ പീച്ച് വളയാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ സൈഡിലൊക്കെ നമ്മൾ കാണിച്ച വളയും കാര്യങ്ങളൊക്കെ വരും, അതുകൊണ്ട് പ്ലെയിൻ ആയിട്ടുള്ള വള എടുത്തു. പിന്നെ അമ്മയ്ക്ക് നല്ലൊരു അടിപൊളി ഇയറിങ്സ് എടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ പ്ലസ് അമ്മയ്ക്ക് ഈ ഒരു മാലയും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഇതായിരിക്കും അമ്മയുടെ സ്റ്റൈല്. പിന്നെ അമ്മേനെ ആ വലിയ കമ്മൽ ഇട്ടില്ലെങ്കിലൊന്നും കരുതി ഇതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അത് ഇവരുടെയാണ്. എൻ്റെ അമ്മ ഒരു ഗംഭീര പർച്ചേസ് ആയിരുന്നു അല്ലേ. ഇവിടെ കുറേ നേരം പോയത്. തോന്നുന്നത് ബ്രൈഡൽ ജ്വല്ലറി എടുക്കാൻ ഇത്ര നേരമില്ല. ഈ അല്ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേ സമയം പോയത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അർബൻ ഹറാത്തെ പോണാണ്. ചേച്ചിയുള്ള പറാട്ട, അതെ
ചേച്ചി ഉള്ള സമയങ്ങളിലാട്ടോ എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വീട്ടിലാരും കഴിക്കില്ല നോർത്ത് ഇന്ത്യൻ ഫുഡ്. ഇവൻ അനന്ത് പോലും നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കില്ല കേട്ടോ. പക്ഷെ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ പോയിട്ട് ഈ പറാഠ, ലസ്സി, അതുപോലെ ചോലെ ഭട്ടൂരെ ഇതൊക്കെ ഞാൻ ചേച്ചിയുടെ കൂടെ പോയാണ് കഴിക്കണത്. ചേച്ചിയാണ് എൻ്റെ ഹിന്ദി കമ്പനി. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോയിട്ട് ഒരു ബംഗാളി കമ്പനിന്ന് പണവും ബടാപവും നമുക്കുണ്ടിനാ സൈറ്റുണ്ടല്ലോ സൈറ്റിൽ പണയുണ്ടല്ലോ. ചേച്ചിയുടെ ബംഗാളികൾ നല്ലവരായിട്ട് ഞാൻ പറഞ്ഞ് പറയരുതേ നമ്മള്. അതെ, അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അർബൻ പറാഠയിൽ പോയിട്ട് ആലു പറാഠ, മേഥി പറാഠ, അതുപോലെ ലസ്സി ഇതൊക്കെ കുടിക്കട്ടെ. അതെ, ആ പറാഠ ഈ പറാഠ ഇതൊക്കെ ചേച്ചിയായിട്ട് എന്നെ പഠിപ്പിച്ച് വഷളാക്കി തന്നത് ഈ സാധനങ്ങളൊക്കെ. ചേച്ചി ഒരു സാധനം ഉണ്ടാക്കില്ല ചേച്ചി, പേങ്ങൻ കപ്പുറത്തെ പേങ്ങൻ കപ്പുറത്ത് പേങ്ങൻ കബർത്ത എന്ത് ടേസ്റ്റാന്ന് സാധനമൊക്കെ. ഞാൻ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി മാത്രം ചേച്ചിയുടെ വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഫുഡ് അടിക്കട്ടെ, വയറ് കരയുന്നു കണ്ടോ കേട്ടോ. വിശക്കുന്നു. എല്ലാവർക്കും ഇത്തിരി ഉന്മേഷം കൂടുതലാട്ടോ. ഷോപ്പിലേക്കൊന്നും ഞാൻ എത്ര ഉന്മേഷം ഉണ്ടല്ലോ. എന്തൊരു സ്പീഡ് എല്ലാത്തിനും. അതെ, ഭയങ്കര സ്പീഡ് എല്ലാവർക്കും. അഭി വിശക്കണില്ലേടാ? ഞങ്ങളുടെ ഫുഡ് ഇപ്പൊ വരൂ കേട്ടോ. ഞാൻ കണ്ടു ആ ചേട്ടൻ്റെ കയ്യിൽ ഞങ്ങളുടെ ഫുഡ് ഇരിപ്പുണ്ട്. വയറുകരിഞ്ഞിരിക്കും. കൊടല് കരിയറുണ്ട് സുമ ചേച്ചിയുടെ. ഇതൊക്കെ കിടപ്പായി വരുത്തി. ഇവിടെ നടന്നത് ഇതേ മോനെ ബിരിയാണിയൊക്കെ ഇവർക്ക്. ഞങ്ങൾക്ക് ഇതേ പറാഠ. അമ്മോ, നീ അറിയാണ്ട് പോലും ഹിന്ദി പറയരുത്. കണ്ട ബിരിയാണി. എന്താ അമ്മോ അതെന്തെന്നാ? ഖാന കാണയില്ല ഖാന. കണ്ടതേ മോനെ ബിരിയാണി നോക്കി കുതിയാണ് കണ്ടിട്ട്. നല്ല അടിപൊളി പറാഠയും മട്ടൻ എന്തെന്നായിരുന്നു ചേച്ചി? മസാലയാണല്ലേ? ആ, മട്ടൻ മസാല സെമി ഗ്രേവി ഇതെല്ലാം കൂടി ഒന്ന് ബിരിയാണിനെ നോക്കി. കൊതി കിട്ടാണ്ടിരിക്കട്ടെ, നിങ്ങൾക്ക് കൊതി കിട്ടാണ്ടിരിക്കട്ടെ. ഫുഡൊക്കെ അടിച്ച് അനങ്ങാൻ പറ്റുന്നില്ല ഗായ്സ്. സീറ്റ് ബെൽറ്റ് ഒന്നും ചേച്ചി വലിച്ചോണ്ടിരിക്കണ ബെൽറ്റ്. എന്തൊക്കെ കാണണമെന്തോ. ലസ്സിയൊക്കെ എന്തൊക്കെ ടേസ്റ്റായിരുന്നു. ഡയറ്റ് ആയിരുന്നു. ഞാൻ മധുരമൊന്നും കുടിക്കണമെന്നും പറഞ്ഞ അവസാനം ഞാൻ ഗൗരിയുടെ അടുത്ത് കുടിച്ച് എനിക്ക് സഹിക്കാൻ പറ്റില്ല. സിപ്പ് ചെയ്തപ്പോ എന്ത് പറയാനാ. അപ്പൊ ഞങ്ങളിതേ എല്ലാരും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ നമ്മൾ ജ്വല്ലറി ഒക്കെ എടുത്തതേ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്റെ പൊന്നെ, ഞാൻ നല്ലൊരു ഉറക്കവും കൂടി കഴിഞ്ഞു കേട്ടോ. വന്നു, ഞാൻ കുറച്ചു നേരം ഫോൺ നോക്കിയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഞാൻ കിടന്നുറങ്ങി എന്നുള്ളതാണ്. കുറച്ചൊരു മണിക്കൂറുകൾ 2 മണിക്കൂർ എടുത്ത് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജ്വല്ലറി പർച്ചേസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. കുറച്ചും കൂടി നേരത്തെ പോയിരുന്നെങ്കിൽ എന്ന് തോന്നി കേട്ടോ. കാരണം നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റംസ് ഒക്കെ ഓൾറെഡി ബുക്കിംഗ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഉള്ളതിൽ നല്ലത് നോക്കിയെടുത്തത്. നിങ്ങളുടെ ആണെങ്കിലും ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ മാക്സിമം നേരത്തെ തന്നെ ചെയ്ത് നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നോക്കണം. എനിക്ക് കുറച്ച് സിറ്റുവേഷൻ കാരണങ്ങളെ കൊണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി കുറേ പേര് സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. 1 മാസം മുന്നേയൊക്കെ വന്നിരുന്നെങ്കിൽ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു കേട്ടോ. പിന്നെ എന്തായാലും കല്യാണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഇതെന്തായാലും പരിഗണിച്ച് നേരത്തെ തന്നെ സാരിയൊക്കെ എടുത്ത് വെച്ച് ജ്വല്ലറിയൊക്കെ സെറ്റാക്കി എല്ലാം പ്ലാൻ ചെയ്ത് വെക്കാനായിട്ട് ഞാൻ എന്തായാലും തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊക്കെ ഒന്ന് ചെയ്തേക്കുക. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.